മുന്തിയ മാധ്യമങ്ങൾ, അതായത് ടെലിവിഷൻ, വാർത്താ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആർ ബിന്ദു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസവും സോഷ്യൽ ജസ്റ്റിസിന്റെയും മന്ത്രിയായ കന്നഡ ബിന്ദു ചേച്ചിയുടെ ഭർത്താവ് വിജയരാഘവൻ അഡ്വക്കേറ്റാണ്. പുള്ളിയുടെ മലം എനിക്ക് തോന്നുന്നത് തലച്ചോറിന്റെ ഭാഗത്താണെന്ന് എന്നുള്ളതാണ്. പുള്ളിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അടിമകളും അടിമകളുടെ ഉടമയുമാണ് പുള്ളി എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം. അപ്പോ ഇവിടെ മാധ്യമങ്ങളുടെ സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഘവന്റെ വർഗീയമായിട്ടുള്ള പ്രസ്താവന, ഇതിനെ പൊട്ടൻ മാഷ് ഗോവിന്ദൻ മാഷ് സംസാരിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. വർഗീയ ധ്രുവീകരണം ഇവിടെ നടക്കുകയാണ്, കോൺഗ്രസ് ജമാഅത്തയുടെ സൈഡാണ്, മുസ്ലിം ലീഗിന്റെ സൈഡാണ്, BJPയുടെ വക്താവാണ്, സംഘികളുടെ എന്റെ പൊന്നു സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് 99% പാർട്ടികളുടെയും അജണ്ട, ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷന് ജയിക്കാനുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ വർഗീയതയാണ് ആദ്യത്തെ കാര്യം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന, ലോകത്തിൽ മൊത്തം അറിയാവുന്ന കാര്യമാണ്, നമുക്കും അറിയാവുന്ന കാര്യമാണ്. വർഗീയ ധ്രുവീകരണത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ ഏതൊരു പാർട്ടിയും ഇവിടെ സ്ഥാനമാനങ്ങൾ പിടിച്ചിട്ടുള്ളൂ, അങ്ങനെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു പാർട്ടിയുടെ ഭരണതന്ത്രമാണ്, അതായത് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ വർഗീയ ധ്രുവീകരണം. അതായത് അവർ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എടുക്കുന്ന ടാക്ടിക്സ് ആണ് വർഗീയ ധ്രുവീകരണം. അപ്പൊ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്, അതായത് ഒരു പാർട്ടി ഭരിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് അന്നത്തിനും സുഖ സൗകര്യങ്ങൾ കൊടുക്കാൻ, ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കാൻ വേണ്ടിയാണ് അവര് ഭരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കൂടുതലായിട്ടും പ്രധാന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ 1% അതാണ് ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഖജനാവ് കൊള്ളയടിക്കുന്നതെന്നും, അല്ലെങ്കിൽ ഇവിടെ പിൻവാതിൽ നിയമനം എങ്ങനെ നടക്കുന്നെന്നും, ആത്മഹത്യ എങ്ങനെയാണ് ഉണ്ടാകുന്നതും എന്നും ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ മാധ്യമങ്ങൾ, ചുരുക്കം ചില മാധ്യമങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം പെൻഷൻ, നിങ്ങൾക്കറിയാം സാമൂഹ്യനീതി പെൻഷൻ കൊടുക്കുന്നത് BPLകാർക്കാണ്. അതായത് 1500 രൂപ പെൻഷൻ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ 1500 രൂപയ്ക്ക് പല കണക്കുകളും ഉണ്ടാക്കി ജീവിക്കുന്ന നമ്മളുടെ സഹോദരന്മാരും അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങളും കേരളക്കാരും ഒത്തിരി പേരുണ്ട്. ആ പെൻഷൻ അട്ടിമറി നടത്തിയിരിക്കുന്നത് BMW-യും ഓഡിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ പെൻഷൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് 2020 CAG റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനൊരു അന്വേഷണം വെക്കാതെ ഇതിങ്ങനെ മൂടി കൊണ്ടുവരാൻ സാഹചര്യം ഒരുക്കി കൊടുത്തതും കൂടി ആരാണ്? കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ പ്രതിപക്ഷം VD സതീശൻ നടത്തുന്നത് എന്താണ്? കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം നടത്തുന്നത്. വെറും റേഷൻ അരി അല്ല പുള്ളി വെച്ചു കൊടുക്കുന്ന അരി, നല്ല ബ്രാൻഡുള്ള പൊന്നി അരിയാണ് പുള്ളി വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഈ ഖജനാവ് കൊള്ളയടിക്കും, നിരുത്തരവാദമായ ഭരണത്തിനും, അതായത് അധിക ചെലവിനും, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനും, ഇതിനെല്ലാം ഉത്തരവാദി ആയിട്ടുള്ള പിണറായി വിജയനെ സൈഡ് ചെയ്തു കൊടുക്കുകയാണ് ആര്? നമ്മുടെ VD സതീശൻ. അതല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്കറിയാം സാമൂഹ്യനീതി പെൻഷൻ, അത് ഒരു ചുമ്മാ വേഗമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ 1500-ൽ പരം ആൾക്കാര് തിരിമറി നടത്തിയെന്നാണ് പറയുന്നത്. അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥരാന്നുള്ള രീതി നമുക്ക് ഭയങ്കര സന്തോഷം ജനിക്കുന്ന കാര്യമാണ്. കാര്യം എന്താ? ഇത്രയ്ക്കും കള്ളത്തരമുള്ള ഒരു പാർട്ടി ഈ ലോകത്തിൽ ഒരിക്കലും ഒരിടത്തും കാണത്തില്ല. മൃഗസംരക്ഷണ വകുപ്പിൽ തന്നെ 75ഓളം പേര് ഈ പെൻഷൻ വാങ്ങുന്നുണ്ടോ, മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാരൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടുത്തെ ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാര് പെർമനന്റ് ആയി. ഡെയിലി വേജസ് ആയിട്ടുള്ള ആൾക്കാർ പെർമനന്റ് ആയി. ഈ പെർമനൻസി ഉണ്ടാക്കുന്ന, അതായത് ഡെയിലി വേജസ് ആൾക്കാർ പെർമനന്റ് ആക്കാൻ എന്താണ് ഈ PSC വഴിയുള്ള നിയമനമല്ല, മറിച്ച് ഇത് പിൻവാതിൽ നിയമനത്തിൽ കൂടിയാണ്, പാർട്ടി പിൻവാതിൽ നിയമനത്തിൽ കൂടിയാണ്
ഈ നിയമനം നടന്നത്. അപ്പം രണ്ട് കാര്യമുണ്ട്, അവിടെ പൈസയും തട്ടി ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാക്കുവാണ്, ചുമ്മാ ആൾക്കാരെ എടുക്കുകയാണ്, ഖജനാവിന് പൈസ കൊടുക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം ചർച്ച ചെയ്യാനുള്ളത്, നമ്മളെ കട്ടപ്പനയില് തുടർക്കഥയാണ്, ഒന്നും പറയാനില്ല. കട്ടപ്പനയില് ഒരു പ്രവാസിയായിട്ടുള്ള ഒരു മലയാളി, പുള്ളി ഓസ്ട്രേലിയയിലായിരുന്നു, നമുക്കറിയാം, സാബു എന്ന് പറയുന്നത്. ഈ സാബു ചേട്ടൻ കട്ടപ്പന സഹകരണ സംഘം ബാങ്കിൽ ഒരു 85 ലക്ഷം രൂപ പുള്ളിയുടെ വേർപ്പ് ഉണ്ടാക്കി. അതായത് ഓസ്ട്രേലിയയിൽ പോയി വേർത്തൊടിച്ച് ഉണ്ടാക്കിയ 85 ലക്ഷം രൂപ അവിടെ കൊണ്ടിട്ടു. ബാങ്ക് പൊളിഞ്ഞു. അതായത് CPM ഗുണ്ടകൾ ഭരിക്കുന്ന ബാങ്കായിരുന്നു. അപ്പം ഈ CPM ഗുണ്ടകളുടെ വീട്ടിലേക്ക് ഈ പണം പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ യൂഷ്വലി ബാങ്ക് പൊളിയും. ബാങ്ക് പൊളിഞ്ഞപ്പോൾ പുള്ളി ഏതാണ്ട് മുക്കാൽ ഭാഗവും പൈസ വലിച്ചു. ഏതാണ്ട് 14 ലക്ഷം കിട്ടാനുണ്ടായിരുന്നു. ഈ 14 ലക്ഷം ചോദിക്കാൻ ചെന്നു. എന്തിനാണ്? ഭാര്യ യൂട്രസ് സംബന്ധമായ രോഗത്തില് ഓപ്പറേഷൻ കിടക്കുക. അപ്പൊ ഈ 14 ലക്ഷത്തിന് ചോദ്യം, വേണ്ട, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്റെ പൈസ വേണം, അതല്ലേ നിയമം, ചോദിക്കാൻ ചെന്നു. ഇയാളെ പിടിച്ച് അടിച്ചു. അതിനുപരി CPM ഗുണ്ട, അവിടുത്തെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗുണ്ട വിളിച്ച് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തി, വിരട്ടി. എന്ത് ദ്രാഷ്ട്യമാണെന്ന് നോക്കണം. അയാള് തൂങ്ങി മരിച്ചു. ഇവിടെ ചർച്ചകളും സമരങ്ങളും എങ്ങും എത്തുന്നില്ല. നിങ്ങൾ അറിയണം, സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കും, ഇപ്പൊ കോട്ടയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയും. ഇവിടെ തിരുവഞ്ചൂർ സഹകരണ സംഘം പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ ഭയങ്കര വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീടിന്റെ അടുത്തുള്ള സംഭവം അത് പൊട്ടിക്കിടക്കുകയാണ്. ജനങ്ങളുടെ പൈസ ഒന്നും കൊടുക്കും. അവിടുത്തെ കമ്മിറ്റിയിൽ, അതായത് ജില്ലാ തിരുവഞ്ചൂർ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉള്ള അമ്മമാരൊക്കെ 2 നിലയും 3 നിലയൊക്കെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവിധ CPM റൂൾ ചെയ്യുന്ന സഹകരണ സംഘങ്ങളും CPM നേതാക്കന്മാരുടെ പങ്ക്, അതായത് പൈസ ഉണ്ടാക്കുക, കൂരുക, ഇങ്ങനെ ഷവ്വലിന് വലിച്ചു കോരുകയാണ്. അവിടെയുള്ള പല ഭരണ നേതാക്കന്മാരുടെയും മക്കള് വിദേശത്ത് MBBS ആയിട്ടും എഞ്ചിനീയറിംഗ് ആയിട്ടും വിദേശ പഠനങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഇവന്മാരുടെ വരുമാന സ്രോതസ് എന്താണ്? വെറും പാർട്ടി പ്രവർത്തനങ്ങളാണ്. അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, വെറും പാർട്ടി പ്രവർത്തനം. ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് ഇവന്മാർക്ക് എങ്ങനെ വരുമാനം കിട്ടും? എന്റെ പൊന്നു സഹോദരന്മാരെ, 8 മണിക്കൂർ നമ്മൾ കണ്ണടച്ച് പണി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അങ്ങനെ അപ്പുറം ഇപ്പുറം കടിച്ചു പിടിച്ചാൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുത്തൻ, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ ഒരുത്തൻ ഇന്നോവ ഇല്ലാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് അങ്ങനെ ഒരു പ്രസ്ഥാനം നടക്കുന്നു. എന്താണ്? കൊടുത്ത പൈസ പിടിച്ചു വാങ്ങി ആൾക്കാരെ കൊല്ലാൻ വിടുന്നു. സാമൂഹ്യനീതി പെൻഷൻ അങ്ങനെ കൈയിട്ട് പോകാൻ. ഇതിനെല്ലാം ഉപരി ദ്രാഷ്ട്യമായിട്ട് ഈ ഒരു സംഭവം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു പ്രധാന റോഡായ വഞ്ചിയൂരിന്റെ നടുക്ക് കൊണ്ട് പന്തല് കെട്ടിയിരിക്കുക. പന്തല് കെട്ടിയിട്ട് ജനങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിരിക്കുക. ഈ ജനങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിച്ചിട്ട് ഹൈക്കോടതി നിശ്ചിതമായിട്ട് അതിനെ വിമർശിച്ചു. ആ ഹൈക്കോടതിയെ ചോദ്യം ചെയ്യുന്ന കള്ളന്മാരാണ് ഈ പോളിറ്റ് ബ്യൂറോയിൽ പറയുന്ന ഈ വിജയരാഘവനും ഗോവിന്ദമാഷും. അവർ പറയുന്നത് പാവപ്പെട്ടവന് ഒരു സമരം ചെയ്യാൻ ഒരു വഴിയെങ്കിലും വേണ്ടേ എന്നുള്ളതാണ്. പാവപ്പെട്ടവന് സമരം ചെയ്യാൻ ഒരു വഴി. എടാ, നീയൊക്കെയാണ് ഭരിക്കുന്നത്, പിന്നെ ഈ പാവപ്പെട്ടവന് സമരം ചെയ്യാൻ വഴി ഒരുക്കേണ്ട നീയാണോ? ഈ പാവപ്പെട്ടവന്റെയൊക്കെ അവസ്ഥയ്ക്ക് കാരണം നീയൊക്കെയാണ്. അത് നീയൊക്കെ മനസ്സിലാക്കണം. പാവപ്പെട്ടവന് ജീവിക്കാൻ ഒരു അവകാശവുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1000 താഴോട്ടുള്ള മുദ്രപത്രങ്ങൾ ഇവിടെ കിട്ടാനില്ല. കിട്ടണമെങ്കിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു മാന്യമായ ഒരു കാര്യമാണ്. കാര്യം എന്നാൽ 24 മണിക്കൂർ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ലാപ്പിലും ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. ഇതങ്ങനല്ല. 5 മണി വരെ ഉള്ളൂ. ക്യൂ എടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ചിലപ്പോൾ ഈ പരിപാടി തീർന്നതാണ്. അത് തന്നെയല്ല, ഒരാൾക്ക് ഒരു രജിസ്റ്റർ ചെയ്യാൻ ഒരു അരമണിക്കൂർ വേണം. അപ്പൊ അതിന്റെ ആ ഒരു സൈറ്റിന്റെ ആ ഒരു ടെക്നിക്കൽ ഒരു ഗുണം നിലവാരം എത്രത്തോളം ഉണ്ടെന്നറിയാം. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങളും സാധാരണപ്പെട്ടവന്റെ വയറ്റത്തടിക്കുള്ളൂ. അതിദരിദ്രന്മാരായി പോയിട്ടുള്ള വയനാടുകാരെ അതികഠിനമായിട്ടാണ് ഈ ഗവൺമെന്റ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവരുടെ ലിസ്റ്റ് എടുത്തത് തെറ്റുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ളതാണ്. ഭരണപക്ഷം എന്തും ചെയ്യാം. കമ്മ്യൂണിസം എവിടെയുണ്ടോ അവിടെ തകർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
അവരുടെ ടൈപ്പ് ഓഫ് സോഷ്യലിസം ആണ് നടപ്പാക്കാൻ പോകുന്നത്. ആ സോഷ്യലിസത്തിനെ ബേസ് ചെയ്തുള്ള ഇക്കണോമിക് ഡിസാസ്റ്റേഴ്സ്, അതായത് സാമ്പത്തിക തകർച്ച, പിഴിഞ്ഞെടുത്ത് ജനങ്ങളെ പിഴിഞ്ഞെടുത്ത് രക്തവും നീരും പിഴിഞ്ഞെടുത്ത് അവരുടെ പാർട്ടിയെ വളർത്തി അറ്റ് എനി കോസ്റ്റ് അടിമകളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ചോദ്യം ചെയ്യാൻ വി ഡി സതീശൻ പോരാ. എത്രയും പെട്ടെന്ന് വി ഡി സതീശനെ ഈ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി പഴയ നമ്മുടെ കേരളത്തിലെ ഊർജ്ജസ്വരതയുള്ള പല പല കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്. അയാളെയൊക്കെ കൊണ്ടുവന്ന് ഈ സത്യങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു അനുവാദം, ഒരു അവസരം സാധാരണപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ആഗ്രഹം.